നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ 2017 മോഡൽ സിംഗിൾ ഓണർ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ ടിയാഗോ XZ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൻ്റെ മോഡലായിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മികച്ച ക്വാളിറ്റി തന്നെ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. സൺഡസ്റ്റ് ഓറഞ്ച് എന്നാണ് ഈ കളറിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലാംപ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു ക്രോമിയം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്സൈൻ ഗ്രില്ല് കാര്യങ്ങളെല്ലാം വളരെ മികച്ച ക്വാളിറ്റിയിൽ ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. നല്ല ബമ്പേഴ്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്ക്രാച്ചസ് ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. ഫോഗ് ലാമ്പുകളെല്ലാം ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ വീലാർച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഇതിൻ്റെ അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയിയാണ് ഇതിന് കമ്പനി തന്നെ വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്ക് കമ്പനി വരുന്ന അലോയ് വീൽസ് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ മിററാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് ഡോർസൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡോർസിനൊക്കെ ആണെങ്കിൽ ഒരു ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 30% ബാക്ക് ടയേഴ്സ് ഉള്ളൂ. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഇതിന് ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പറൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ടാറ്റയുടെ ബാഡ്ജിങ് അതുപോലെ തന്നെ ടിയാഗോയുടെ XZ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ തന്നെ ബൂട്ടിലൊരു ക്രോമിയം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഗേജസ് കാര്യങ്ങളെല്ലാം വയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സീറ്റും കൂടി നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം ലഗേജസ് ഒക്കെ കയറ്റാനുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും യാതൊരുവിധ ഡാമേജസോ കാര്യങ്ങളോ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. വളരെ മികച്ച ഫിനിഷിങ്ങിനോട് കൂടി തന്നെ ഇരിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. നമുക്ക് റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 30% ടയേഴ്സാണ് ബാക്ക് ടയർ ഉള്ളത്. അതുപോലെ തന്നെ നല്ല മികച്ച ഫിനിഷിങ്ങിലുള്ള അലോയിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് ഫ്രണ്ട് ടയറും ഉണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ സിംഗിൾ ഓണർ വെറും 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടിയാഗോ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് ഇതിന് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. ഒരെണ്ണം ഡാഷ്ബോർഡിലും ഒരെണ്ണം നമുക്ക് സ്റ്റിയറിംഗ് വീൽസിലുമാണ് ഇതിന് എയർ ബാഗ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്ന ഹാർമൻ കാർഡും വിത്ത് JBL സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. 8 സ്പീക്കർ സറൗണ്ടിങ് മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് ഇതിനകത്ത് തന്നെ. നമുക്ക് AC കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഇത് AMT ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനാണ്. നമുക്ക് ഇപ്പോൾ ഈ ട്രാൻസ്മിഷനിൽ നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം കൂടി തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് കവേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വാഹനത്തിൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. വന്ന് അതേപോലെ തന്നെ നിൽക്കുന്നത്. അത്ര നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2017 മോഡൽ സിംഗിൾ ഓണർ ടാറ്റ ടിയാഗോ XZ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. കമ്പനിയിൽ നിന്ന് അതേ രീതിയിൽ തന്നെ അപ്രോൺസ് കാര്യങ്ങൾക്കൊന്നും യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിവോട്രോൺ 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 85 HP പവറും 114 എണ്ണം ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 23 km/ലിറ്റർ ആണ്. നമുക്ക് എന്തെങ്കിലും തന്നെ നമുക്കൊരു 17-18 മൈലേജ് കിട്ടുന്ന ഒരു നല്ലൊരു മികച്ച ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ABS യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എയർ ബാഗ്, ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് വരാം. 2017 മോഡൽ സിംഗിൾ ഓണർ വെറും 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് XZ എന്ന് പറഞ്ഞ വാഹനമാണിത്. അപ്പോൾ സേഫ്റ്റിയിലും മൈലേജിലും ഒക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നവർക്ക്, നല്ലൊരു പെട്രോൾ വാഹനം ആഗ്രഹിക്കുന്നവർക്കും, ചെറിയ ഹാച്ച് ബാക്ക് വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് ടാറ്റ ടിയാഗോ എന്ന് പറഞ്ഞത്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,10,000 സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. ന്യൂമർസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് ബാങ്ക് ജംഗ്ഷനിലും മറ്റൊരു പ്രിയദർശിനി റോഡിലുമാണ്. അപ്പോൾ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാങ്ക് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.